கருங்கூந்தல் குழலாகத்தான் எண்ணம் தோன்றும் உன் காதோரம் உரையாடித்தான் ஜன்மம் தீரும் காதல் ஒன்றிட்டு என் கையில். പിറ്റേ ദിവസം എനിക്ക് ബോധം വന്നപ്പോൾ ഞാനൊരു ഹോസ്പിറ്റലിലായിരുന്നു. നിനക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അലക്സ് എവിടെ? ഞാനെങ്ങനെ ഇവിടെ അങ്ങനെ വന്നേ? നിന്നെ ആരാ ഇവിടെ എത്തിച്ചെന്ന് എനിക്കറിയില്ല. നാട്ടുകാരോ ആണ്. അലക്സ് എവിടെ? അവനെങ്ങനുണ്ട്? ഒന്നും മിണ്ടാത്തെ? അവനെവിടെ? ഇന്ന് രാവിലെ ഹില്ലിന്റെ മുകളിൽ നിന്ന് ഒരു കത്തിയെ പൊടി കിട്ടി. അതിൽ അലക്സിന്റെ ലോക്കറ്റ് ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? അലക്സിന് എന്ത് പറ്റിയെന്നാ? അവനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അവനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. സത്യമാണേവ, അലക്സിന് തിരിച്ചു വരില്ല. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എൻ്റെ അലക്സിനൊന്നും പറ്റിയിട്ടില്ല. ഇച്ചേനോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? അവന് പറ്റിയിട്ടില്ല. അവനൊന്നും പറ്റിയിട്ടില്ലെന്ന് പറയിച്ചേ. അവനൊന്നും പറ്റിയിട്ടില്ലെന്ന് പറയിച്ചേ. അവനൊന്നും പറ്റിയിട്ടില്ല. അയാളെ എൻ്റെ അലക്സിനെ അയാളെ ഞാൻ വെറുതെ വിടില്ല. അലക്സ്, ഞാൻ കാരണം ഞാനൊരൊറ്റ കാരണം ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞോണ്ട് മാത്രം അവനെ കൊണ്ട് എനിക്ക് വേണ്ടി അവൻ ചോദിക്കാൻ പോയി. ഞാൻ കാരണം എനിക്ക് അലക്സിനെ കാരണം അറിയോ, എനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മാത്രം അവനെ കൊണ്ട് ചോദിക്കാൻ ചെന്നത്. അതിന് പകരം വേണ്ടി അയാള് എന്റെ അലക്സിനെ അയാളെ ഞാൻ വെറുതെ വിടില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്. അമ്മ നിന്റെ കല്യാണം ഉറപ്പിച്ചു. കല്യാണം? ആരുമായിട്ട്?
ഇല്ല, നടക്കില്ല. ഇതിന് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് പറ്റില്ല. അയാളുടെ അടുത്തേക്ക് ഞാൻ പോവില്ല. ഏതാ മോളെ, ഞാൻ പറയുന്ന നീ കേക്ക്. വീട്ടിലെ അവസ്ഥ തീരെ മോശം. മമ്മി നീ അവിടെ ചെന്ന് നിന്നെ വെറുതെ വെച്ചേക്കില്ല. ഒന്ന് മനസ്സിലാക്കും മോളെ. എൻ്റെ അടുത്താണെങ്കിൽ നീ കുറച്ചുകൂടെ സേഫ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വീട്ടിലോട്ട് നീ പോകണ്ടേ? വാ, അവൾ പോയാൽ ശരിയാകില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് എന്നെ വിവാഹം ചെയ്യാൻ സമ്മതമല്ല. എനിക്കിഷ്ടമല്ല. മോളെ, നീ സമാധാനായിട്ടിരിക്കും. നീ അവിടെ കിടക്ക്. നീ ഇപ്പോഴും കേട്ടില്ല. സമാധാനിക്കും മോളെ. ഞാനിപ്പോ വരാം. നീ ഇവിടെ തന്നെ ഇരിക്കണം, കേട്ടല്ലോ? നീ ഇപ്പോ വരാം. മോളെ ഏതാ? നിനക്കിപ്പോ എങ്ങനെയുണ്ട്? എന്താ എന്റെ അലക്സിനെ ചെയ്ത? മര്യാദയ്ക്ക് എന്റെ ആൾക്കാരെ തിരിച്ചു താ. അവനെ എനിക്ക് തിരിച്ചു തരാൻ. എനിക്ക് എന്റെ അലക്സിനെ തിരിച്ചു താ. നീ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യാതെയാവാ. നീ നല്ല കുട്ടിയായിട്ട് എൻ്റെ മകനെ വിവാഹം ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് വാ. നിന്നെ രാജകുമാരിയെ പോലെ ഞാൻ നോക്കും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കും. ഏവാ, നീ ഒരു മനുഷ്യനാണ്. ഒരു വിവാഹം നടക്കാൻ വേണ്ടി അവനെ കൊല്ലാൻ പോലും നീ മടിച്ചില്ലല്ലോ. നീ എന്തിനാ അവനെ കൊന്നത്? എന്റെ മകന്റെ കൂടെ ജീവിക്കാനോ? നീ ഒരു മനുഷ്യനാണ്. എടി അസത്തെ, നീയാണല്ലടി എന്റെ മോനെ കൊന്നത്. അവരവളെ തല്ലാൻ കയ്യോങ്ങിയതും അകസ്റ്റിൻ വന്നിറക്കിയായി. അമ്മേ, തൊട്ടുപോയതവളെ. വിടടാ എന്റെ കയ്യിൽ നിന്ന്. ഇവളാ എന്റെ മോനെ കൊന്നത്. അവളൊന്നും ചെയ്തിട്ടില്ല. അത് മറ്റാരെ കളന്നായിട്ട് എനിക്കറിയാം. ഒരക്ഷരം നീ വേണ്ടി പറഞ്ഞത്. ഡീ, എന്റെ മോന്റെ ശവം കാണാൻ പോലും നീ ഇനി ആ വീട്ടിൽ കയറി പോകരുത്. നിന്നെ തൊടാൻ പോലും എന്റെ കൈ പറയ്ക്കുക. ഇനി നിന്നെ എന്റെ കൺമുന്നിൽ കൊണ്ടുപോകരുത്, കേട്ടോടി? അമ്മ അവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? കണ്ടല്ലോ നിന്റെ അമ്മ നിന്നെ ഇപ്പം എന്തുമാത്രം വെറുക്കുന്നുണ്ടെന്ന്. നീ എൻ്റെ വീട്ടിലേക്ക് വാ. ഒന്നുപോലെ നോക്കില്ല ഞാൻ. അതോ ഇനി വീണ്ടും അനുസരണക്കേട് കാണിക്കാൻ പോവാണോ? എങ്കിൽ അമ്മ മാത്രമല്ല, നിന്റെ ഇച്ഛായനും ഇതുപോലെ നിന്നോട് ദേഷ്യപ്പെടുന്നത് നീ കാണും. എന്താ, അത് വേണോ? വേണ്ട, വേണ്ട. ഞാൻ എന്താണ് ചെയ്യാ? പ്ലീസ്, ഞാൻ എന്ത് വേണം ചെയ്യാൻ? എനിക്ക് മനസ്സിലായേവാ, നിനക്കെന്നോട് ഇത്രയും വെറുപ്പ് വരാനുള്ള കാരണം നീ ഇഷ്ടമില്ലാതെയാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്ന്. അലക്സിനെ ഇല്ലാതാക്കിയത് നീ ഇത്രയും ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പപ്പ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. സോറി. എന്തിനാ കരയുന്നേ? Eva, sorry for everything. Really sorry. Eva, I'm sorry. നിന്റെ പെർമിഷൻ അല്ലാതെ ഞാൻ നിന്റെ ഡയറി വായിച്ചു. ഞാനത് മുഴുവൻ വായിച്ചു.
എനിക്ക് നിന്നെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പപ്പ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കും. ഇല്ല, വേണ്ടറിയാം. നിനക്ക് വായിക്കാൻ വേണ്ടി തന്നെ ഡയറി വിളിച്ചു. നീ ഇനിയല്ല എല്ലാം അറിയണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ലല്ലോ. ഞാൻ നിന്റെ പപ്പയോടുള്ള ദേഷ്യം മൊത്തം നിന്നോട് കാണിച്ചത് അതിൻ്റെ അകൽച്ച മാത്രമായിരുന്നു അത്. പക്ഷെ കൂടുതൽ അടുത്ത് സംസാരിച്ചൊക്കെ നീ അയാളെ പോലെ അല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഐ എം സോറി. ഇത്രയും നാള് എന്നെ വേദനിപ്പിച്ചത്, അകന്ന് നടന്നതിന്, എല്ലാത്തിനും ഐ എം റിയലി സോറി. ആ ഡയറിയിൽ ഓരോ വരികളും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നീ എന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു. മാരേജ് കഴിഞ്ഞ് ഇത്രയും നാളും ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതൊക്കെ അതിന് മുന്നേ തന്നെ നിനക്കെന്നോടുണ്ടായിരുന്നു എന്നറിയുമ്പോൾ എനിക്കെന്താണെന്നറിയില്ല, ഈ ലോകം പിടിച്ചടക്കിയ സന്തോഷം. സാഹചര്യങ്ങൾ കാരണം എനിക്കിങ്ങനെ മാറേണ്ടി വന്നു. ഏവാ, നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? എനിക്ക് നിന്നോട് ദേഷ്യമില്ല. അന്നുണ്ടായിരുന്നതൊക്കെ അതൊക്കെ നീ തന്നെ എന്നിൽ നിന്ന് മാറ്റിയെടുത്തത്. എനിക്ക് പേടിയായിരുന്നു നിന്നോട് കൂടുതൽ അടുത്ത് പോയാൽ ഞാനിവിടെ വന്നതൊക്കെ വെറുതെ ആവുന്നു. പക്ഷെ എപ്പോഴും തോന്നി നീ എൻ്റെ കൂടെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാനെല്ലാം പറഞ്ഞത്. നീ എൻ്റെ കൂടെ നിൽക്കോ? ഞാനുണ്ടാവാം, ഞാൻ സഹായിക്കുന്നു. ബാക്കിയെല്ലാം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ഇത്രയും നാൾ അയാളുടെ കൂടെ നടന്നപ്പോൾ അയാൾ ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനുണ്ടാവാം നിന്റെ കൂടെ. Thank you so much. വേറൊന്നും വേണ്ട. ഞങ്ങളുടെ കമ്പനി അതെങ്ങനെ എനിക്ക് തിരിച്ചു പിടിക്കണം? ഞങ്ങളുടെ ഡ്രീമാണ് അതെനിക്ക് തിരിച്ചു പിടിച്ചു പറ്റും. അലക്സിനെ കൊന്നത് അയാളാണെങ്കിൽ അതിനുള്ള ശിക്ഷ അയാൾ അനുഭവിച്ചേ മതിയാകും. അതിനും പറ്റില്ല. അലക്സിന്റെ മരണത്തെ തുടർന്ന് അമ്മ എനിക്കെതിരെ കേസ് കൊടുത്തിരുന്നു. പക്ഷെ അത് ഇരു ചെവി അറിയാതെ അയാൾ ഒതുക്കി തീർത്തു. അപ്പം അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നീതിപീഠത്തിന് മുന്നിൽ അയാൾക്ക് ശിക്ഷ കിട്ടത്തില്ലായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ അയാൾക്ക് ക്ഷമ കിട്ടില്ല, ശിക്ഷ മാത്രമേ ഉണ്ടാകൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഡോണ്ട് വറി. എനിക്കിന്ന് ഓഫീസിൽ പോകാം. അവിടെ കുറച്ച് പണി എനിക്ക് ചെയ്യാനുണ്ട്. ഞാനും വരാം.
ഇന്ന് നീ വരണ്ടാവ. ഇന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഇന്ന് നീ വരണ്ട. ഇവിടെ നിന്നു. ഞാൻ പോയി വേണ്ടതൊക്കെ ചെയ്തിട്ട് വന്നു. ടേക്ക് കെയർ. റയാൻ, എന്താ Ryan, can you give me a hug? പോയിട്ട് വരാം. Ryan, ഇന്നെനിക്ക് നിന്നോട് ദേഷ്യമില്ല, പരിഭവങ്ങളില്ല, പരാതികളില്ല, ഒന്നുമില്ല. നീ തന്നെ എന്നെ പഴയതാക്കി മാറ്റി. ഇപ്പോൾ ഞാൻ ഒരുപാട് കൊതിക്കുന്നുണ്ട്. നിൻ്റേതാവാൻ, നിൻ്റേത് മാത്രമാണ്. I want you. I'm in love. I'm in love with you, Ryan. ഇന്ന് നീ തിരികെ എത്തുമ്പോൾ നിന്നോട് പറയാം, എനിക്കൊരു കാര്യമുണ്ട്. ഇന്ന് തന്നെ എനിക്ക് നിന്നോട് പറയണം. I'm in love with you. I love you, Ryan. Forever. ഇച്ചയ എന്തായി? റെഡിയായോ? നീ പറഞ്ഞ പോലെ പേപ്പേഴ്സ് റെഡിയാണ്. ഇനി എനിക്ക് ഒരു ജോലി കൂടിയുണ്ട്. അതെന്താ? പപ്പയുടെ ക്യാബിനിൽ എവിടെയോ ഏവ സൈൻ ചെയ്ത് കൊടുത്ത് ആ പേപ്പേഴ്സ് ഉണ്ട്. അതെനിക്ക് എടുക്കണം. അതെൻ്റെ കയ്യിലുണ്ടെങ്കിൽ ശരിയാകും. ഞാൻ ഹെൽപ്പ് ചെയ്യണോ എന്തെങ്കിലും? വേണ്ട ചെയ്യാം. കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ തന്നെ ഈ ചെയ്യാൻ ഇത്രയും സഹായം ചെയ്തില്ലേ, അത് മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ ചെയ്യാൻ വെക്കും. താങ്ക് യു. സൂക്ഷിക്കണം. നിൻ്റെ അപ്പൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ട്. നീ അതിനൊക്കെ കൂട്ടുവെക്കുന്നത്. നീ സൂക്ഷിക്കണം. ഇതിനകത്തിപ്പോൾ എവിടെ നോക്കാം. അവൻ ആ ക്യാബിനിലെ ഓരോ ഇടവും വരച്ചു പറക്കാൻ തുടങ്ങി. ഇതെവിടെയാ കൊണ്ട് വെച്ചേക്കുന്നത്? പപ്പയുടെ പ്രൈവറ്റ് സേഫ് അതിൽ കാണാം. റയാൻ അയാളുടെ പ്രൈവറ്റ് സേഫിനടുത്തേക്ക് വന്നു. പാസ്വേഡ് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് തുറക്കാൻ അവന് വലിയ പ്രയാസം ഉണ്ടായില്ല. എവിടെ 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 എവിടെ? യെസ്, കിട്ടി. റയാൻ വളരെ പെട്ടെന്ന് തന്നെ ആ സേഫ് ക്ലോസ് ചെയ്തു. എന്നിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. നീ എന്തോ ഇതിനകത്ത്? അത് പപ്പ ഒരു ഫയല് പപ്പയെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് വന്നത്. ഓ, ഏതാ? ഇത് ഇന്നലെ വന്ന ക്ലയൻറ്റിൻ്റെ. പപ്പയുടെ സൈൻ ഇതിൽ വേണം. ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. ആൻഡ് നോക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. സോ പപ്പയുടെ സൈൻ കിട്ടിയാൽ എനിക്ക് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യായിരുന്നു. ഓക്കെ, നീ ചെക്ക് ചെയ്തതാണല്ലോ. ആ പപ്പ, എവറിത്തിങ് ഈസ് ക്ലിയർ. ഓക്കെ, താങ്ക്സ് പപ്പ. ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. റയാൻ പെട്ടെന്ന് തന്നെ തൻ്റെ ഫോൺ എടുത്ത് ഏതൊക്കെ മെസ്സേജ് ഇട്ടു. Eva, I have a happy news for you. എന്താ? Look at this. Finally I got it, Eva. We won. ഇനി തൊട്ട് Alva Constructions is yours. Yes, we got it. Ryan, come back soon. I want to tell you something. ഇവിടുത്തെ ജോലിയും തീരട്ടെ. ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങാം. വേഗം വരാം. Fine. I'm waiting for you. Come back soon. Finally,
എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനും ഇങ്ങോട്ട് വരുമ്പോൾ കണ്ണ് തള്ളണം. പ്രൈവറ്റ് നമ്പറോ? അലക്സ്, ഇത് അന്നത്തെ ഇൻസിഡന്റ് അല്ലേ? പറഞ്ഞതല്ലേ എല്ലാം റെഡി ആയിട്ടുണ്ട്. അവളെ ഞാൻ അങ്ങോട്ട് വിടില്ല. കണ്ണ് തള്ളണം. താൻ എന്നെ കൊന്നാലും ശരി, ഇത് നടത്തില്ല ഞാൻ. ഇത് നടത്തുന്നതാണ് നിന്റെ ജീവൻ നല്ലത് അലക്സ്. ഇല്ലെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് നീ ഇല്ലാതാവും. പിന്നെ ഏവ, അവളെക്കുറിച്ച് നീ ഓർത്ത് വിഷമിക്കണ്ട. ബോധം പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അവളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചോളാം. തൽക്കാലം നീ ഇത് സമ്മതിക്കുക. എങ്കിൽ നിന്നെയും ഞങ്ങൾ അവ എത്തിക്കാം. ഇല്ലെങ്കിൽ ഇവിടെ ഇട്ട് തീർക്കുന്നില്ല. തന്നോട് ഞാൻ പറഞ്ഞില്ലേ, താൻ എന്നെ കൊന്നാലും ശരി, ഞാനിതിന് സമ്മതിക്കില്ല. അലക്സ്, നീ തീരെ അനുസരണയില്ലാത്ത കുട്ടിയാണ്. അനുസരണയില്ലാത്ത കുട്ടികളെ എന്ത് ചെയ്യാനാ? ചില അമ്മമാര് തല്ലുമായിരിക്കും, പക്ഷെ എനിക്ക് കൊന്നേ ശീലമുള്ളൂ. കയ്യും കാലും അനങ്ങാത്തോണ്ട് നിനക്കെന്തായാലും ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. അവൻ്റെ മുകളിലൂടെ ആ പെട്രോൾ ഒഴിക്കും. ഈ പെട്രോൾ മുഴുവൻ നിന്റെ ദേഹത്ത് വീണ് തീരുന്നത് വരെ നിനക്ക് സമയമുണ്ട് അലക്സ്. തിങ്ക്, സമ്മതിക്കണോ വേണ്ടി വന്നു? നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ പറഞ്ഞു, ഞാനിതിന് സമ്മതിക്കില്ല. ഓക്കെ, ആസ് യു വിഷ്. പിന്നെ ഞാൻ അത്രയ്ക്ക് വലിയ കഠിന ഹൃദയനൊന്നുമല്ല നിന്നെ ഇന്ന് കത്തിച്ചു കൊല്ലാൻ. സോ ഞാനായിട്ട് നിന്നെ കത്തിക്കുന്നില്ല. നിന്നത് അവൻ കത്തിച്ചോളും. He's saying about me, my dear friend.